തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. VSന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് ചേരുന്നു. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, മെഡിക്കൽ ബോർഡ് തുടരുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്നിപ്പോൾ VSന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥ എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരാവസ്ഥ എന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്. ആശുപത്രിയുടെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് വൃക്കയുടെയും ഹൃദയത്തിൻ്റെ ഇടിപ്പും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു വയ്ക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സംഘം ഡോക്ടർമാർ ഇവിടെ എത്തി മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തി ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് ചെയ്യേണ്ടത് എന്ന കാര്യം വിലയിരുത്തി അവർ മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SUT ആശുപത്രിയിൽ ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡും അത് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ രൂപീകരിച്ച മെഡിക്കൽ ബോർഡാണ്. ആ മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ 2 മെഡിക്കൽ ബോർഡുകൾ ചേരുന്നു. എന്തായാലും ആ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഈ ആരോഗ്യനില സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഡയാലിസിസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. 72 മണിക്കൂർ നീണ്ടു നിന്നൊരു ഡയാലിസിസ് ഉണ്ടായിരുന്നു. ആ ഡയാലിസിസ് അവസാനിപ്പിച്ചു. ഡയാലിസിസിൻ്റെ പിന്തുണയൊന്ന് പിൻവലിച്ചു നോക്കി. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നൊരു സാധ്യത പരിശോധിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്കാണ് പോയത്. ഇനിയിപ്പോൾ ഡയാലിസിസ് വീണ്ടും തുടങ്ങാനുള്ള നിർദ്ദേശമാണ് ഈ മെഡിക്കൽ ബോർഡ് ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ വീണ്ടും ഡയാലിസിസ് ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ആശാവഹമായ ഒരു വാർത്തയല്ല SUT ആശുപത്രിയിൽ നിന്നും VSന്റെ കാര്യത്തിൽ നമുക്ക് നൽകാനുള്ളത്. ശരി.